അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് പറയുന്നത് വസ്വാസിനെ കുറിച്ചാണ്. ഒരുപാട് ആളുകളുണ്ട് വസ്വാസ് വന്നിട്ട് ബുദ്ധിമുട്ടായ ആളുകൾ. വസ്വാസ് എന്ന് പറയുന്നത് ശൈത്വാനിന്റെ ഭാഗത്തു നിന്നാണ്. ആദ്യം ശ്രദ്ധിക്കണം. ശൈത്വാനാണ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നത്. ഈ ഓവർ സൂക്ഷ്മതയുള്ള ആളുകളുണ്ടല്ലേ, അവരെയായിരിക്കും ശൈത്വാൻ വല്ലാതെ ബുദ്ധിമുട്ടാക്കുക. അപ്പൊ സൂക്ഷ്മത വേണം, ഓവർ ആവരുത് എന്ന് മാത്രം. അപ്പൊ ശൈത്വാനാണ് വസ്വാസ് എന്ന പ്രവൃത്തി ഉണ്ടാക്കുന്നത്. ഒരുപാട് ആളുകൾ പരാതി പറയുന്നുണ്ട്, ഉസ്താദെ നിസ്കാരിക്കുന്ന സമയത്ത് വസ്വാസാണ്. പ്രത്യേകിച്ച് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുന്ന സമയത്താണ് ഓരോരുത്തർക്ക് എന്ത് ചെയ്യുക, വസ്വാസ് ഉണ്ടാവുക. അപ്പൊ എന്തുകൊണ്ടാണ് വസ്വാസ് വരുന്നത്? നമ്മൾ എങ്ങനെ വസ്വാസിനെ മാറ്റിയെടുക്കണം? എങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ അന്ന് പ്രത്യേക മരുന്നൊന്നുമില്ല. എന്നാലും നമ്മൾ ചെയ്യുന്നുണ്ട്. എങ്ങനെ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട്, അതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്നല്ല, അള്ളാഹു തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ വസ്വാസ് മാറ്റിത്തരും. നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ മനസ്സിനെ നാം ഒന്ന് കീഴ്പ്പെടുത്തുക എന്നതാണ്. നമ്മൾ വസ്വാസ് വരുന്ന ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യരുത്. അത് ഒരു വട്ടം ചെയ്യുക. എങ്ങനെയാണ് വസ്വാസ് എന്ന്? ഒരു വട്ടം ചെയ്യും, ശരിയായില്ല തോന്നുന്നു. രണ്ടാം വട്ടം ചെയ്യുന്നു, ശരിയായില്ല തോന്നുന്നു. മൂന്നാം വട്ടം ചെയ്യും, ശരിയായില്ല തോന്നുന്നു. ഇത് മൂന്നാം വട്ടമാണ് ഒരാൾ ചെയ്യുക, അപ്പൊ ശരിയാവുമോ? അത് ശരിയാവും ചെയ്യില്ല. അപ്പൊ ചില ആളുകളുണ്ട്, പള്ളിയിൽ നിന്ന് ഒന്നെടുക്കുന്ന ആളുകളുണ്ട്, ഹൗലിന്റെ അടിയിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുവരുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്താ, അടിയത്തെ വെള്ളം നല്ലത്, മുകളിലത്തെ കേടാണെന്നുള്ള അവരുടെ വിശ്വാസം. അപ്പൊ അടിയത്തെ കോരി ഇങ്ങനെ കൊണ്ടുവന്നിട്ട്, അപ്പൊ അടിയിൽ നിന്ന് മേലെ എത്തുമ്പോൾ തന്നെ ആ വെള്ളമൊക്കെ പോയി മേലത്തെ വെള്ളം തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വസ്വാസുള്ള ആളുകളുണ്ട്, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങൾ ആദ്യം അത് മൈൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ അത് ഒരു വട്ടേ ചെയ്യുള്ളൂ, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഒരു വട്ടേ ചെയ്യുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വസ്വാസ് ഒരു പ്രശ്നമില്ല. ഇനി വസ്വാസ് മാറാൻ മഹാന്മാരായ ആളുകൾക്ക് ചില നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട്. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ എത്ര കണ്ട് നിങ്ങൾ അധികരിപ്പിക്കുന്നുണ്ടോ, അത്രയും കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ വസ്വാസ് പോയി കിട്ടാൻ കാരണമാണെന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. വസ്വാസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നിങ്ങൾ പരമാവധി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങനെ ആ ദിക്ർ ഇങ്ങനെ പരമാവധി ഇങ്ങനെ ചെല്ലാൻ വേണ്ടി നോക്കുക. എന്നാൽ നിങ്ങളുടെ വസ്വാസ് കുറയും. മഹാന്മാരായ ആളുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് പതിവാക്കുക എന്നതാണ്. എപ്പോ നോക്കിയാൽ ശൈത്താൻ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലെങ്കിൽ പെട്ടെന്ന് വുളു എടുക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെ വസ്വാസ് കുറയാനുള്ള ഒരു മരുന്നാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഏറ്റവും അധികം ആദ്യം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആ വസ്വാസ് വരുന്ന സമയത്ത് അത് പരിഗണിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ എല്ലാത്തിലും ഉപരി ആർക്കാണ് ഈ വസ്വാസ് വരുന്നത്? ആർക്കാണ് വസ്വാസ് വരുന്നത്? വസ്വാസ് വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇൽമില്ലാത്ത ആളുകൾക്കാണ്. വിവരം കുറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, വസ്വാസ് വരുള്ളൂ. വിവരമുള്ള ആളുകളാണെങ്കിൽ അത് നോക്കില്ല, മുന്നും ബാക്കും നോക്കാതെ ആ കാര്യം ചെയ്ത് അത് ഫിനിഷ് ആക്കും. വിവരം കുറഞ്ഞ ആളുകളാണ് വസ്വാസ് വന്ന് ബുദ്ധിമുട്ടാക്കി, അത് ചെയ്താൽ ശരിയാവോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, അങ്ങനെ ചെയ്താൽ ശരിയാവോ എന്നുള്ള ചിന്ത. ചില ആളുകൾക്ക് വല്ലാത്ത സംശയമാണ്, സംശയങ്ങൾ ചോദിച്ചിട്ട് തീരൂല. അപ്പൊ അത് വസ്വാസിന്റെ കാര്യമാണ്. വസ്വാസ് ഒഴിവാക്കാനുള്ള ഒരു കാര്യം, ഒന്ന് പരിഗണിക്കാതിരിക്കുക. രണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കൂടുതലായി ചെല്ലുക. അഊദ് വർദ്ധിപ്പിക്കുക, വുളു വർദ്ധിപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ വസ്വാസ് ഒരുപാട് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ചിന്തയിൽ നിന്നും ഒഴിവായി കിട്ടാൻ ഒരു കാരണമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.